അൻവറിന്റെ UDF പ്രവേശനത്തിൽ തീരുമാനം എപ്പോൾ എന്ന് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും ഇന്നുണ്ടാകും. സമവായ സാധ്യത മങ്ങുകയാണ്. അസോസിയേറ്റ് കക്ഷിയാക്കാമെന്ന് UDF അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഘടകകക്ഷിയാക്കണം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ. അൻവറിന്റെ നിർണായക വാർത്താ സമ്മേളനം 9 മണിക്കാണ്. അതേസമയം ആര്യടൻ ഷൌക്കത്ത് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ M സ്വരാജ് ഇന്ന് നിലമ്പൂരിലേക്ക് എത്തുകയാണ്. BDJ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉടനുണ്ടാകും. വിവരങ്ങളുമായി നിലമ്പൂർ സ്ക്വാഡ് തയ്യാറാണ്. മുബഷിർ അക്ബറും റോഷിബാലും അലി അക്ബർ ഷായും അർജുൻ മട്ടന്നൂരുമാണ് രാവിലെ നമുക്കൊപ്പമുള്ളത്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ആദ്യം UDF ക്യാമ്പിലേക്ക് പോകാം. റോഷിബാൽ, ഗുഡ് മോർണിംഗ്. എന്തായി കാര്യങ്ങൾ? ഈ അസോസിയേറ്റിൽ വഴങ്ങാൻ തയ്യാറാകാതെ നിൽക്കുന്ന അൻവറിനെ അനുനയിപ്പിക്കാൻ ഒടുവിൽ ഘടകകക്ഷി സ്ഥാനം കൊടുക്കേണ്ടി വരുമോ? വെരി ഗുഡ് മോർണിംഗ് സുജയ പാർവതി. UDF നേതൃത്വം ഇപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെയാണ്, പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുകയാണ്. ഇന്ന് 9 മണിക്ക് PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് UDF നേതൃത്വത്തിന്റെ പ്രതീക്ഷ. കാരണം ഇന്നലെ രാത്രിയോടെ UDF കൺവീനർ അടൂർ പ്രകാശ് ഇന്നലെ വൈകിട്ട് ചേർന്ന UDF അടിയന്തര ഉപസമിതി യോഗത്തിൽ തീരുമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 3/4 മണിക്കൂറിലേറെ വിശദമായ ചർച്ചകൾ നടന്നു. അത് PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്തത് എന്നത് വളരെ പ്രാധാന്യത്തോടെ PV അൻവറിനെ കാണുന്നു എന്നതിന്റെ തെളിവായി തന്നെയാണ് UDF നേതാക്കളും പറയുന്നത്. ഏതായാലും തീരുമാനം ഒന്ന് മാത്രമാണ്. അസോസിയേറ്റ് അംഗമായി തൃണമൂൽ കോൺഗ്രസിനെ UDFൽ ഇപ്പോൾ ഉൾപ്പെടുത്താം. പിന്നീട് ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുമില്ല. എന്നാൽ പോലും UDFന്റെ യോഗങ്ങളിൽ കൃത്യമായി പങ്കെടുത്ത് അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു പദവി കൂടിയാണ് അസോസിയേറ്റ് അംഗം എന്നുകൂടി UDF നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് PV അൻവർ അതൊരു മോശമായ ഒരു പരിഗണനയാണെന്ന് വിലയിരുത്തേണ്ടതില്ല. ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ UDF പരിഗണിക്കുന്നത്. നേരത്തെ CMB അടക്കമുള്ള കക്ഷികൾ അവർ അസോസിയേറ്റ് അംഗമായി തന്നെയാണ് UDFലേക്ക് പ്രവേശിച്ചത്. RMB അസോസിയേറ്റ് അംഗമാണ്. അവരെ UDFൽ ഘടകകക്ഷിയാക്കാൻ തീരുമാനിച്ചെങ്കിൽ പോലും അവർ തയ്യാറാകാത്തതുകൊണ്ടാണ് പരിഗണിക്കാത്തത് എന്നടക്കമുള്ള വിശദീകരണമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോഴും ഘടകകക്ഷിയാക്കണം, എന്നാൽ മാത്രമേ പിന്തുണയുള്ളൂ എന്ന നിലപാടിൽ PV അൻവർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. മാത്രവുമല്ല, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഒരു ഭാഗത്ത് മത്സരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും PV അൻവറും തൃണമൂൽ കോൺഗ്രസും പൂർത്തിയാക്കിയ സാഹചര്യമാണ്. ഇന്നലെ രാത്രി വൈകിയും അനുരഞ്ജന നീക്കങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെയും മുസ്ലിം ലീഗ് നേതാക്കളുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നലെ UDF യോഗത്തിൽ ഏറ്റവും ശക്തമായി PV അൻവറിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി വാദിച്ചത് മുസ്ലിം ലീഗ് നേതാവ് ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ PK കുഞ്ഞാലിക്കുട്ടിയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകാൻ PV അൻവറിന്റെ സഹായം അനിവാര്യമാണെന്ന നിലപാട് മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണയ്ക്കാതെ ഇനി ഒരു തരത്തിലും ഇന്ന് അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 10 മിനിറ്റായി. ഇനി 50 മിനിറ്റ് കഴിഞ്ഞാൽ അറിയാം അൻവറിന്റെ നയം. അതായത് അൻവറിന്റെ നയത്തിലേക്ക് 50 മിനിറ്റിന്റെ അകലം മാത്രം.